5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വേടന്റെ യൂണിവേഴ്സിറ്റി. ഇന്നലെ റിപ്പോർട്ട് ചാനലിൽ വേടൻ പറഞ്ഞു എന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. വേടൻ ഇനി പണമുണ്ടായാൽ വേടൻ തുടങ്ങാൻ പോകുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ളതാണ്. വേടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിലും തെറ്റില്ല. അപ്പോൾ തന്നെ താങ്കളുടെ ഈ സ്റ്റിക്കർ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇനിയിപ്പോൾ VC ആവും, ചാൻസലറാവും, ഇവൻ പഠിച്ചിട്ടുണ്ടോ, വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തള്ളിമറിക്കുന്നതുണ്ട്. ഈ തള്ളിമറിക്കുന്നവരോട് ആദ്യം ഒരു കാര്യം പറയട്ടെ, വേടനല്ല ലോകത്താർക്കും സാമ്പത്തികമുണ്ടെങ്കിൽ കോളേജ് നടത്താം, സ്കൂൾ നടത്താം, പരിശീലന കേന്ദ്രങ്ങൾ നടത്താം, ട്രെയിനിങ് കോളേജ് നടത്താം, മെഡിക്കൽ കോളേജ് നടത്താം. കാശുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആളുകൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്താം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം. ഇനി വേടൻ ചെറിയ കുട്ടിയാണ്, അദ്ദേഹത്തിന് പ്രായം കുറവാണ്. വേണമെങ്കിൽ, ഞാനിന്ന് കുട്ടി എന്ന് പറഞ്ഞെന്ന് ആരും പറയരുത്, വേണമെങ്കിൽ അദ്ദേഹത്തിന് പഠിക്കാം. ഇഗ്നുവിൻ്റെയും ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇഗ്നുവിൻ്റെയൊക്കെ കോഴ്സുകൾ പഠിക്കാം. കലയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ തന്നെയുണ്ട്. അദ്ദേഹത്തിന് PhD വരെ ചെയ്യുവാനുള്ള കോഴ്സുകൾ പഠിക്കാം. അദ്ദേഹത്തിന് അക്കാഡമിക്കായിട്ടും വളരാം. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ നടത്താനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വേടൻ യൂണിവേഴ്സിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ. യൂണിവേഴ്സിറ്റി നടത്തണമെങ്കിൽ വലിയ പണം, വലിയ ക്യാമ്പസൊക്കെ ആവശ്യമുണ്ട്. അതേസമയം ഒരുപാട് പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ, അതുപോലെ തന്നെ പട്ടികവർഗ ഹോസ്റ്റലുകളിൽ, ആദിവാസി കോളനികളിൽ, ദളിത് കോളനികളിലൊക്കെ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പണമില്ലാതെ നടക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അതിൽ അവർക്ക് സർക്കാരിൽ നിന്ന് സ്കോളർഷിപ്പൊക്കെ നാമമാത്രമായി കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ഈ ഇടയ്ക്ക് പട്ടികജാതി വർഗ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഒരാൾ റിട്ടയർ ആയതിനു ശേഷം ഒരു വേദിയിൽ പറയുന്നത് കേട്ടു, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ള ലംസം ഗ്രാൻഡ് മറ്റു കാര്യങ്ങളൊന്നും സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വേടന് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ്. യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതെന്ന് നീട്ടിവെച്ചിട്ട് അത് തുടങ്ങണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന കീഴിൽ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അനുവദിക്കുന്ന ഏത് കാര്യവും ചെയ്യാം. പക്ഷെ അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ എത്ര മനോഹരമായിരിക്കും. ഒരുപാട് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികൾക്കുള്ള ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് തൊഴിലില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തൊഴിലില്ല. കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു 10, 500, 1000 പേരെ ദത്തെടുത്ത് അവർക്ക് നല്ല പഠനം കൊടുത്ത്, നല്ല കോഴ്സൊക്കെ കൊടുത്ത്, അവരെ നല്ല IAS-കാരും IPS-കാരും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുക. അതല്ലേ അയ്യങ്കാളി പറഞ്ഞത്. അയ്യങ്കാളിയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വലിയ കമ്മ്യൂണിസ്റ്റുകാരനേക്കാളും, എത്ര വലിയ കോൺഗ്രസ്സുകാരനേക്കാളും, സോഷ്യലിസ്റ്റ് എത്ര വലിയ ആളാണ് അയ്യങ്കാളി. അയ്യങ്കാളിയൊക്കെ പറഞ്ഞതല്ലേ, അംബേദ്കർ പറഞ്ഞതല്ലേ അറിവ് നേടുക. അയ്യങ്കാളി പഞ്ചമിയെ കൊണ്ട് സ്കൂളിൽ ചേർത്തപ്പോൾ അവിടെ പ്രശ്നമായപ്പോൾ അല്ലേ വേറെ സ്കൂളുകളൊക്കെ തുടങ്ങാനും പിന്നെ പഠന സ്ഥാപനങ്ങളൊക്കെ തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്ഥാപിച്ചത്. അതുപോലെ തീർച്ചയായിട്ടും അയ്യങ്കാളിയുടെ പേരിൽ കേരളത്തിൽ സ്ഥാപിക്കുമ്പോൾ അയ്യങ്കാളിയുടെ പേരിൽ കൂടി സ്ഥാപിക്കുക, അംബേദ്കറുടെ പേരിൽ സ്ഥാപിക്കുക. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികൾക്കപ്പുറം പഠന കേന്ദ്രങ്ങൾ താങ്കൾക്ക് നടത്താൻ കഴിയും. താങ്കൾക്കത് സ്പോൺസർ ചെയ്യാൻ കഴിയും. അത് താങ്കൾ തന്നെ അതിൻ്റെ പ്രിൻസിപ്പാളുമായി, അതിൻ്റെ ഡയറക്ടറുമായി, ചാൻസലറുമായിട്ട് ഇരിക്കണമെന്നില്ല. വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ആളുകൾ എല്ലാ ഭാഗത്തുമുണ്ട്. അവരിൽ താല്പര്യമുള്ളവരുണ്ട്. അതിൽ പിന്നെ ജാതിയും മതവും നോക്കണ്ട. ഏത് മതത്തിൽപ്പെട്ടവരെല്ലാം അക്കാഡമിക് ആണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കണം. അവരെ ക്ഷണിച്ച് അവരുടെ സേവനം മനസ്സും അവരുടെ കുറച്ച് പണമൊക്കെ കൊടുത്ത് നല്ല ട്രെയിനിങ് സെൻ്ററുകളും പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പിന്നെ മറ്റ് സ്കൂളും കോളേജും ഒക്കെ നടത്താൻ കഴിയട്ടെ. അപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളുക, നിങ്ങൾ നിരന്തരം ഇതിൻ്റെ ഇടയിൽ കൂടി അതേ ഇൻ്റർവ്യൂവിൽ തന്നെ താങ്കൾ പല ആളുകളെയും കുറ്റപ്പെടുത്തുകയും വളരെ ഹാർഷായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറയുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കുവാൻ. കാരണം താങ്കൾ ഒരു സാമൂഹ്യ പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾ എല്ലാവരെയും കൂടി വിശ്വാസത്തിലെടുക്കേണ്ടി വരും. അത് അയ്യങ്കാളിയും അങ്ങനെ തന്നെയായിരുന്നു, അംബേദ്കറും അങ്ങനെ തന്നെയായിരുന്നു. ഒരു സമയം അംബേദ്കർ രൂക്ഷമായി വിമർശിക്കുമ്പോഴും മറ്റുള്ളവരെ സമൂഹത്തെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോഴും അംബേദ്കർ എഴുതുമ്പോഴും തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ടൊരു സൗഹൃദം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്ന ഭരണഘടനാ ശില്പികളിൽ ഏറ്റവും പ്രധാന ആളായി മാറാൻ കഴിഞ്ഞതും. അദ്ദേഹം നേടിയ അറിവാണ്. അദ്ദേഹത്തിന് അറിവ് നേടിയതുകൊണ്ട് മാത്രം കഴിയുകയില്ല, ആ അറിവ് നേടിയ ഒരാളിനെ അംഗീകരിക്കുന്നൊരു സമൂഹം കൂടെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗാന്ധിജി ആയാലും നെഹ്റു ആയാലും അന്നുള്ള ആരായിരുന്നാലും അദ്ദേഹത്തെ കൂടി അംഗീകരിക്കുന്ന, അദ്ദേഹത്തെ അറിവിനെ അംഗീകരിക്കുന്ന, ഇനി ബ്രിട്ടീഷുകാർ തന്നെ ആയാലും ആരായാലും ജാതിയുടെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ട് ഭരണഘടന എഴുതുന്നതിൻ്റെ ചെയർമാനാക്കി. അതാക്കുമ്പോൾ ഭരണഘടനാ സമിതിയിൽ നിരവധി ഉയർന്ന ജാതിക്കാർ, ബ്രാഹ്മൺസും നമ്പൂതിരിയും അടക്കമുള്ള വളരെ ഉയർന്ന ജാതിക്കാരുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും അംബേദ്കറിന് അവസരം കിട്ടിയത് അദ്ദേഹം നേടിയ അറിവാണ്. അദ്ദേഹം വളരെ നിശബ്ദമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ നമ്മുടെ
അയ്യങ്കാളിയുടെ പ്രതിഷേധമൊക്കെ വളരെ പ്രതീകാത്മകമാണ്, അല്ല കലാപമൊന്നും ഉണ്ടാക്കില്ല. വില്ലുവണ്ടി സമരം എന്നൊക്കെ പറയുന്നത് വളരെ സമാധാനപരമായ ഒരു നല്ല രീതിയിലൊക്കെ ചെയ്ത സമരങ്ങളാണ്. അപ്പോൾ ആ തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ ആവാം. യൂണിവേഴ്സിറ്റി നടത്തുന്നതിനെ കുറിച്ച് താങ്കൾ കുറച്ചുകൂടി നീട്ടിവെക്കുക. അതേസമയം പരിശീലന കേന്ദ്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. അത് തീർച്ചയായിട്ടും താങ്കളുടെ സമുദായത്തിൽപ്പെട്ടവരും മറ്റ് വിവിധ സമുദായങ്ങളിൽപ്പെട്ട അധസ്ഥിതരായ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവരെ അക്കാഡമിക്കായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അവർക്ക് ബിസിനസ് ചെയ്യാൻ പഠിക്കുന്നതിന് വേണ്ടി, അവർക്ക് നല്ല കലയും സാഹിത്യവും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നടത്തി അവരെ പുരോഗമനത്തിൻ്റെ പാതയെ കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ ആവശ്യമായൊരു സാമൂഹിക പരിഷ്കരണം നടത്തുവാൻ, അത് പരസ്പരം പോരടിച്ചും തെറി വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തും മല്ലുയുദ്ധം ചെയ്യുമ്പോൾ കൈയടിക്കാനൊക്കെ ആളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുകയില്ല. റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ വേടൻ മറ്റൊരു തരത്തിലേക്ക് മാറി ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിച്ചാൽ വളരെ മനോഹരമായിരിക്കും. വേടൻ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനുണ്ടാവും.